ഓം സഹനാ ഭവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ജഗന്മാതാ ജഗദീശ്വരി മഹാദേവി നമസ്തുതേ. എല്ലാമല്ല ആദിപരാശക്തി നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിച്ച് ഇന്നത്തെ ദിവസം നമ്മളെ എല്ലാവരെയും ഇവിടെ വരാൻ വേണ്ടി അനുഗ്രഹിച്ച ആ അമ്മയെ നാം എല്ലാവരും സാഷ്ടാംഗം നമസ്കരിക്കാം മാനസികമായിട്ട്. ഇന്ന് എന്നോട് പറഞ്ഞു 2-3 കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തൊന്ന് പറഞ്ഞാൽ കൊള്ളാമെന്നായിരുന്നു. സനാതന ധർമ്മം നമ്മളെല്ലാവരും പറയുന്നുണ്ട്, സനാതന ധർമ്മം, ഇതിനെ ആരും നശിപ്പിക്കരുത്, ഇതിനെ ആരും വിട്ടുകൊടുക്കരുത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എത്ര പേര് നാം പറയുന്നത് ചെയ്യുന്നു എന്ന് മാത്രം ആലോചിക്കേണ്ടതുണ്ട്. പിന്നെ ഇവിടെ വരുന്നവർ സംസാരിക്കാതിരുന്നാൽ ഞാൻ സംസാരിക്കുകയുള്ളൂ. കാരണം എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഞാൻ സംസാരിക്കുന്ന സമയത്ത് സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവിടെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ പറയുന്നതിന് പ്രയോജനമില്ലല്ലോ. അവരെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി കൊടുക്കാൻ, സംസാരിക്കാൻ. അപ്പൊ ഈ സനാതന ധർമ്മം ആദ്യം പറയണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും രാവിലെ നിൽക്കുന്നു, കുളിക്കുന്നു, പൊട്ടുതൊഴുന്നു, അമ്മേ നാരായണ, ദേവി നാരായണ, ഓം നമഃ ശിവായ, വേലായുധ സ്വാമി, കറുപ്പസ്വാമി, ഇസക്കിയമ്മ എന്ന് ഒരു വാക്ക് പറഞ്ഞിട്ട് നമ്മളങ്ങ് പോകുന്നു. അതല്ല സനാതന ധർമ്മം. പൊട്ടുതൊട്ടത് കൊണ്ടോ ആ രീതിയിൽ വസ്ത്രദാനം ചെയ്തതുകൊണ്ടോ അല്ല. നമ്മുടെ സംസ്കാരം എന്ത്, നമ്മുടെ പാരമ്പര്യം എന്ത്, അതിൽ ഇഴുകി ചേർന്നതാണ് ഈ കാര്യങ്ങളെല്ലാം. ആണോ അല്ലയോ? ആണോ? പൊട്ടുതൊടുന്നത് നമ്മുടെ സംസ്കാരമാണ്. രാവിലെ നേരത്തെ എത്തിക്കുന്നത് നമ്മുടെ സംസ്കാരമാണ്, അല്ലേ? നല്ല വാക്കുകൾ സംസാരിക്കുന്നത് നമ്മുടെ സംസ്കാരമാണ്. എപ്പം നമ്മുടെ നാവിൽ നിന്നും ആവശ്യമില്ലാത്ത വാക്കുകൾ വരുന്നോ നമ്മുടെ സനാതന ധർമ്മം നമ്മളെ വിട്ടുപോയി. എന്ന് നമ്മളെക്കാൾ മൂത്തവരെ നമുക്ക് റെസ്പെക്ട് ചെയ്യാൻ കഴിയുന്നില്ലയോ, അന്നേരം നമ്മുടെ സനാതന ധർമ്മം പോയി. നമ്മളെക്കാളും ചെറിയ വയസ്സ് ചെറിയ കുട്ടികളെ നമ്മൾ എന്ന് അവരെയും നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നില്ലയോ, നമ്മുടെ സംസ്കാരം പോയി. എല്ലാവർക്കും കൊടുക്കണ്ട, ആർക്കൊക്കെ കൊടുക്കണ്ട മര്യാദയോ, ആർക്കൊക്കെ കൊടുക്കണ്ട സ്നേഹമോ, അതൊക്കെ കൊടുത്താൽ ആ കൊടുത്തു വന്ന പാരമ്പര്യമാണ് നമ്മുടെ ഈ സനാതന ധർമ്മം. ഇന്ന് നമ്മളെ ഈ ഇതിൽ നിന്ന് നിങ്ങൾ കൊണ്ട് പോരെ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞങ്ങൾ തരാമെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ നമ്മുടെ കയ്യിൽ വിലമതിക്കാത്ത ഏതോ ഒരു സാധനമുണ്ട്, അതിനെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് തരുന്ന കൈക്കൂലിയാന്ന് മാത്രമേ കരുതാൻ പാടുള്ളൂ. നിങ്ങൾ ഇതിൽ നിന്ന് അങ്ങോട്ട് പോരെ, ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പൊ നമ്മുടെ കയ്യിൽ ഏതോ ഒരു വലിയ സാധനമുണ്ട്, അത് നമുക്ക് അറിയാതിരിക്കുന്നു. നമ്മുടെ പാരമ്പര്യം ആലവർഷത്തിനെ പെട്ടെന്ന് കൊണ്ട് പിഴുതെടുക്കാൻ പറ്റുമോ? ഒരു വലിയ ഈ വടവൃക്ഷത്തെ പിഴുതെടുക്കാൻ പറ്റുമോ? അതാണ് നമ്മുടെ സംസ്കാരം. ആ സംസ്കാരത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ട് കൈക്കൂലി കൊടുത്ത് നമ്മളെ അങ്ങോട്ട് വിളിച്ചോണ്ട് പോയത് കൊണ്ട് നമുക്ക് അതിൽ സന്തോഷം കിട്ടുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കുന്നതല്ല, അത് കിട്ടത്തില്ല. എന്നോട് ഒരു വ്യക്തി എന്ന് പറഞ്ഞു, സ്വാമി എന്റെ വീട്ടില് അച്ഛനോ അമ്മയൊക്കെ പറഞ്ഞത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകേണ്ടി വന്നു. പോകുമ്പോ സന്തോഷമുണ്ടായിരുന്നു, കാരണം ദിവസവും കാശ് കിട്ടും, നല്ല ആഹാരം കിട്ടുമായിരുന്നു. പക്ഷെ ഞാൻ വളർന്നു വന്നപ്പോഴാണ് വിചാരിച്ചത് അതല്ല, ഞങ്ങളെ പറ്റിക്കപ്പെടുന്നതായിരുന്നു എന്ന്. കാരണം നമ്മുടെ സംസ്കാരത്തിൽ മാത്രമേ ഉള്ളൂ, നമ്മുടെ ആചാരാനുഷ്ഠാനം മാത്രമേ ഉള്ളൂ നമുക്കൊരു സ്വാതന്ത്ര്യം. മറ്റെല്ലായിടത്തും കെട്ടപ്പെട്ട ഒരു ചിട്ടയുള്ള ഒരു കൂടിന്റെ ഉള്ളിൽ ജീവിക്കുമ്പോൾ കൂടിന്റെ കമ്പികൾ നോക്കി വാഴാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ ഒരു വലിയൊരു പാരമ്പര്യമായിരുന്നു, വലിയൊരു സംസ്കാരമായിരുന്നു. അവിടെ നിനക്ക് നിന്റെ ഇഷ്ടത്തിന് ജീവിക്കാം. പക്ഷെ അത് വിചാരിച്ച് നമ്മൾ അതിമറന്ന് നമ്മുടെ ആവശ്യമില്ലാത്ത പരിപാടിയിലേക്ക് പോകണമെന്നല്ല. അതിനുള്ളിൽ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ നാട്ടിൽ എവിടെ വേണമെങ്കിലും നമുക്ക് അംഗീകാരം കിട്ടും. ശരിയല്ലയോ? നമുക്ക് മാത്രമേ എല്ലാവർക്കും സ്നേഹിക്കാൻ പറ്റുള്ളൂ. മറ്റുള്ളവർക്ക് ചിട്ടയിൽ പൊടിയും
മറ്റുള്ള കാര്യങ്ങളിലുള്ള സമ്മർദ്ദത്തിൽ കൂടി മാത്രം ജീവിക്കുന്നവരാണ്. നമുക്ക് ഒരു സമ്മർദ്ദമില്ല. നമ്മൾ അമ്പലത്തിൽ വന്നില്ലേ നമ്മുടെ ദേവി ചോദിക്കത്തില്ല, അവിടെ ചോദിക്കത്തില്ല. അപ്പൊ നമ്മുടെ ഈ ധർമ്മം എത്രത്തോളം നമ്മൾ കൊണ്ടുപോകുന്നോ അതിൽ കൂടി നമുക്ക് വളർന്നു വരാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സനാതന ധർമ്മത്തെ പിന്തുടരുക. ഇപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇന്നിവിടെ വന്നപ്പോൾ കാണാനും നിങ്ങളോട് പറയാനും കൂടി തോന്നുന്നത് കുടുംബം എന്നുള്ളൊരു വിഷയം പറയാനാണ്. ഇന്ന് നമ്മുടെ നാട്ടിലെ കുടുംബം എന്ന് പറയുന്ന ഒരു സാധനം ചെറുതായിക്കൊണ്ടിരിക്കുന്നു, അണുവായിക്കൊണ്ടിരിക്കുന്നു. ആർക്കും ബന്ധങ്ങളുടെ വില അറിയാതെ പോയിക്കൊണ്ടിരിക്കുന്നു. അതിൽ നിന്നൊരു മാറ്റം വരണ്ടേ? വേണോ വേണ്ടേ? ഇന്ന് ആർക്കും സ്നേഹിക്കാൻ അറിയുന്നില്ല, സ്നേഹം എന്താണെന്ന് അറിയുന്നില്ല, കുടുംബത്തിന്റെ വില അറിയുന്നില്ല. നല്ലൊരു കുടുംബം ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു പാരമ്പര്യം ഉണ്ടാവുള്ളൂ. ഇന്ന് കാറിൽ എൻ്റെ കൂടെ ഒരു സഹോദരൻ കാർ ഓടിച്ചുകൊണ്ട് വന്നു. അദ്ദേഹം ഇവിടെ ഉണ്ടായിരിക്കും. അപ്പം അദ്ദേഹത്തിന് ഞാൻ ചോദിക്കാതെ തന്നെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കഥ പറയാം കുട്ടി. എന്താണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളർന്ന് വലുതായി നമ്മൾ കല്യാണം കഴിക്കുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യയായിട്ട് വരുന്ന ആ വ്യക്തി ഒന്നും അറിയാത്ത വ്യക്തിയാണ്, ആ വ്യക്തിക്ക് ഒന്നും അറിയില്ല, എനിക്ക് മാത്രമേ എല്ലാം അറിയുള്ളൂ, ഞാൻ പറയുന്നത് കേട്ട് അവരിങ്ങനെ ജീവിക്കണം, അവർക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞൊക്കെ ഉള്ള മനസ്ഥിതിയിലൊക്കെ ഉള്ള ആൾക്കാരുടെ കഥയാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. അപ്പൊ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, നീ ഒരു ബ്രാഞ്ച് ഹെഡാണെങ്കിൽ നിന്റെ ബ്രാഞ്ച് ഓഫീസാണ് നിന്റെ ഭാര്യ. നീ ഒരു ഓഫീസിന്റെ ഹെഡാണെങ്കിൽ നിന്റെ ഓഫീസിന്റെ ബ്രാഞ്ച് ഓഫീസർ, നിന്റെ ഇഷ്ടപ്പെട്ട ഓഫീസ് എന്ന് പറഞ്ഞ ഭാര്യയായിരിക്കും. അതിൽ കൂടി മാത്രമുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് നിന്റെ ഭാര്യയെ സ്നേഹിക്കണം. നീ നിന്റെ ഭാര്യയെ സ്നേഹിക്കുമ്പോൾ നിന്നെ വളർത്തിയ അച്ഛനമ്മമാരെ നീ സ്നേഹിച്ചിരിക്കണം. എന്നാൽ മാത്രമേ ഭാര്യയെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. നിന്റെ ഭാര്യയെ നീ സ്നേഹിക്കുമ്പോൾ മാത്രമേ നിന്റെ കുട്ടികളെ നിനക്ക് സ്നേഹിക്കാൻ പറ്റുള്ളൂ. നിന്റെ കുട്ടികളെ സ്നേഹിച്ച്, നിന്റെ ഭാര്യയെ സ്നേഹിച്ച്, നിന്റെ അച്ഛനമ്മമാരെ സ്നേഹിച്ചാൽ മാത്രമേ നിന്റെ ബന്ധുമിത്രങ്ങളെ നിനക്ക് സ്നേഹിക്കാൻ അറിയുള്ളൂ. പക്ഷെ നമ്മൾ അച്ഛനമ്മമാരെ ഇന്ന് കുറെ കഴിയുമ്പോൾ മാറ്റിവെക്കുന്നു, കുറെ കഴിയുമ്പോൾ ഭാര്യയെ ഇഷ്ടമല്ലാതാകുന്നു. ഗവൺമെന്റ് ഷോപ്പ് മാത്രം ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന എത്രയോ നമ്മുടെ ജ്യേഷ്ഠന്മാർ അനിയന്മാരൊക്കെ ഉണ്ട്. ഗവൺമെന്റ് ഷോപ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? രാവിലെ പോയി പണിയെടുത്ത് വൈകുന്നേരം ആകുമ്പോൾ 4 കാലിൽ വരുന്ന ആ കടയിൽ പോകും. ഗവൺമെന്റ് അതിനുവേണ്ടി സഹായിക്കുകയാണ്. അവർ ഞങ്ങൾ വലിയ പണക്കാരാണെന്ന്. അത് പോകാതെ ഈ സ്നേഹങ്ങൾ ഏറ്റൊരു ഉത്തമ കുടുംബസ്ഥനായി ജീവിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി മാത്രമേ കുടുംബം എന്താണെന്നറിയുള്ളൂ. ശരിയോ തെറ്റോ? സ്നേഹിക്കാൻ അറിയാവുന്നവർക്ക് മാത്രമേ കുടുംബം വേണ്ടൂ എന്ന് ഞാൻ പറയുന്നത്. ഇല്ലെങ്കിൽ അത് ഓർഫനേജ് പോലെയാണ്. എന്തോ ഒരു കാര്യം നടക്കുന്നു, അവിടെ 4 പേര് ആ വീട്ടിലിരിക്കുന്നു, അനാഥയാണ് എല്ലാവരും, ആരും പരസ്പരം സ്നേഹിക്കാനില്ല. അതുകൊണ്ട് സ്നേഹം തേടി പോകുന്നതിൽ കുറ്റം പറയുന്ന സമൂഹമാണ് നമ്മള്. വീർപ്പ് മുട്ടുമ്പോഴല്ലേ നമുക്ക് പുറത്തു പോകണമെന്ന് തോന്നുന്നത്? ശരിയല്ലേ? വിഷമം കൂടുമ്പോഴല്ലേ 4 പേരോട് സംസാരിക്കാൻ തോന്നുന്നത്? ഈ വിഷമം ഉണ്ടാകുന്ന നമ്മുടെ ഉള്ളിലാണ്. ആ വിഷമം മാറ്റുവാൻ നമ്മൾ എല്ലാവരും തീരുമാനിക്കുക. നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ പേര് പറയൂ. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ പേര് പറയൂ. ആരാണ്? അത് ശരിയായ ഉത്തരം പറയുന്നവർക്ക് ഈ മാല ഇപ്പൊ തന്നെ തരും. പറയൂ. ഞാൻ ശരി വരുന്ന ആ മാല കൊടുക്കും. അമ്മ, പിന്നെ അച്ഛൻ, വേറെ പോരട്ടെ? ഈശ്വരൻ പോരട്ടെ? പോരട്ടെ. എപ്പോ വരുമ്പോ അപ്പൊ ഞാൻ മാല ഒരു തരും. എന്നിട്ട് വരും. യെസ്, കം. നമ്മളെ ആദ്യം സ്നേഹിച്ചാൽ മാത്രമേ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. പക്ഷെ സത്യമായിട്ട് ജീവിതത്തിൽ കൊണ്ടുപോകണം കേട്ടോ. അവസാനം വരെ വിട്ടുപോകരുത്. ഉത്തരം പറഞ്ഞിട്ട് അവിടെ ചാടിപ്പോയി കഴിഞ്ഞിട്ട് മാല വായിച്ചാൽ എന്റെ ഓർമ്മയിലുണ്ടാവും. എന്നെങ്കിലും അത് മാറ്റമുണ്ടെങ്കിൽ ഞാൻ പിടിക്കും. സ്വാമി എത്ര ദൂരത്തായിരുന്നാൽ എനിക്കറിയാൻ പറ്റും. ആ ഉത്തരമാണ് ശരി. കാരണം നമ്മൾ സ്നേഹിച്ചാൽ മാത്രമേ നമ്മൾ തെറ്റ് ചെയ്യത്തില്ല. നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ നോക്കും.
ആവശ്യമില്ലാതെ ഗവൺമെന്റ് ഷോപ്പിലേക്ക് പോവില്ല. അടുത്ത വ്യക്തിയെ നമ്മൾ അടിക്കത്തില്ല. കാരണം നമ്മുടെ കയ്യിൽ നമ്മുടെ അടിക്കുമ്പോൾ വേദനിക്കുന്നുണ്ടല്ലോ, ആ വേദന മറ്റുള്ള കിട്ടുന്നുണ്ടെന്ന് അറിയുമ്പോൾ നമ്മൾ അടിക്കുവോ? അപ്പൊ നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ, നിങ്ങൾ പറഞ്ഞ പോലെ നമ്മുടെ അമ്മയെ സ്നേഹിക്കാൻ പറ്റുള്ളൂ, നിങ്ങൾ പറഞ്ഞ പോലെ ഈശ്വരനെ സ്നേഹിക്കാൻ പറ്റുള്ളൂ, അങ്ങ് പറഞ്ഞ പോലെ അമ്മയെ അച്ഛനെ എല്ലാരെയും സ്നേഹിക്കണമെങ്കിൽ ഞാൻ ഉണ്ടാകണം, ഈ ശരീരം ഉണ്ടാകണം, ഈ ശരീരത്തിൽ നല്ലൊരു മനസ്സുണ്ടാകണം. വേണോ വേണ്ടയോ? ആ മനസ്സൊക്കെ ഉണ്ടെങ്കിലല്ലേ ഈ ക്ഷേത്രത്തിൽ വരാൻ പറ്റുള്ളൂ, ഈ ക്ഷേത്രത്തിൽ വന്ന് ഇത്രയും പേരെ സേവിക്കാൻ പറ്റുള്ളൂ, ഈ ദേവിയെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പൊ ആരാണ് ഇവരെ ഏറ്റവും വലിയ സ്നേഹിക്കേണ്ടത്? നമ്മളെ തന്നെ. സെൽഫ് ലവ്. ശരിയോ തെറ്റോ? അപ്പൊ ഇന്നു മുതൽ എല്ലാവരും ചെയ്യുവോ? എനിക്കൊരു പേരുണ്ട്, ഹാപ്പി സ്വാമി. എന്റെ പേരെന്നല്ല, എനിക്കൊരു പേരുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേര് തന്നത് സാധാരണ വ്യക്തിയല്ല, ഇംഗ്ലണ്ടിലെ ഏറ്റവും വലിയൊരു ഡോക്ടറാണ്. അവർക്ക് മാനസികമായിട്ട് പ്രശ്നമുണ്ടായിട്ട് എൻ്റെ ഗുരുനാഥന്റെ അടുത്ത് വന്നപ്പോൾ എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു, ഒരു 3 ദിവസം ആ കുട്ടിയോടൊന്ന് സംസാരിക്കൂ എന്നോട്. ഞാൻ സംസാരിച്ചു, അവർ കുറെ ചിരിച്ചു. എല്ലാം കഴിഞ്ഞപ്പം അവര് പറഞ്ഞു, സ്വാമിയുടെ അടുത്തെന്ന് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഇത്ര വർഷത്തെ ഡോക്ടർ അനുഭവത്തിൽ ഇത്രയും വലിയ ആൾക്കാരെ കണ്ടതിലും ഈ സ്വാമിക്ക് ഒരു പേര് കൊടുക്കണം, ഹാപ്പി സ്വാമി. എന്താ ചോദിച്ചപ്പോൾ സ്വാമി ചോദിച്ചു എന്താണ് കാരണം? ഈസ് ഓൾവേസ് സ്മൈലിംഗ് സ്വാമി, ഈസ് ഓൾവേസ് സ്മൈലിംഗ്. His smile is become, I am going to started smiling. All the sadness is going away. Every day, 3 days it is vanished. 3 ദിവസം കൊണ്ട് എൻ്റെ വിഷമങ്ങളെല്ലാം എൻ്റെ വീട്ടിൽ നിന്നാകുന്നു. അപ്പോൾ ഇതിൽ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എത്ര ദുഃഖം വരട്ടെ, 5 നിമിഷം കൊണ്ട് അതിനെ പറഞ്ഞു വിടാൻ പറ്റും. അത് വേണോ വേണ്ടയോ? അപ്പൊ നിങ്ങളെ സ്നേഹിക്കുമോ? നിങ്ങളെ പരിപൂർണമായിട്ട് സ്നേഹിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാത്തിനും മാറ്റാൻ പറ്റും. അവർ ശരിയായ റൂട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ ഇപ്പൊ നമുക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലേ, ഈ അമ്മമാരൊക്കെ ചോദിച്ചു തരും, അവരുടെ കുട്ടികൾക്ക് ആഹാരം കൊടുക്കാൻ എന്ത് ബുദ്ധിമുട്ടാ. അതിനുവേണ്ടി നമ്മൾ എന്താണ് ആദ്യമായിട്ട് കല്യാണം കഴിച്ചു കൊടുക്കുന്നേ? കുട്ടികൾ സന്തോഷമായിട്ടിരിക്കാൻ എന്തിനാ കല്യാണം കഴിച്ചു കൊടുക്കുന്നത്? പറയൂ. മൊബൈലിലാണ്. ആദ്യ മാരേജ്, ആദ്യത്തെ കല്യാണം ഇപ്പോ മൊബൈലാണ്. അതിനെ വിട്ടു പിരിയാൻ ആർക്കും തയ്യാറല്ല. വേറെ എന്തു പോയാലും കുഴപ്പമില്ല, ഞാൻ തന്നെ വെച്ചിട്ടുണ്ട്. അത് കുട്ടികളെ കൊടുത്ത് നമ്മൾ അതിനെ ആദ്യമേ നശിപ്പിച്ചു വെച്ചു. എന്റെ മോൻ കഴിക്കുന്നില്ല, എന്റെ മോള് കഴിക്കുന്നില്ല, അത് കൊടുത്തു കഴിഞ്ഞെങ്കിലല്ലേ 2 ഉരുള പോവുള്ളൂ. പക്ഷെ നമ്മളെയൊക്കെ വളർത്തിയ അച്ഛനമ്മമാർ മൊബൈലൊന്നും കാണിച്ചിട്ടില്ല, കാക്കയെ കാണിച്ചിരുന്നു. ഇന്ന് നമ്മൾ കാക്കയെ കാണിക്കുന്നതാണ്, വെളിയിൽ പോയി കഴിഞ്ഞാൽ പ്രശ്നം വരും. TV കാണിക്കും. ഇപ്പൊ അവർക്ക് ആ വലിയ TV വേണ്ട. പണ്ട് കുട്ടികൾക്ക് വലിയ TV ഇഷ്ടമായിരുന്നു, ഇപ്പൊ കുഞ്ഞു TV വേണ്ട, മൊബൈൽ. അപ്പൊ അധികം കൊടുക്കരുത്, സൂക്ഷിക്കുക. ഇപ്പൊ തന്നെ പറഞ്ഞോളൂ. അത് എങ്ങനെ പറയേണ്ടതെന്ന് വെച്ചാൽ സ്നേഹമായിട്ട് പറഞ്ഞു കൊടുക്കുക. പരിചയപ്പെട്ട് കാണും, ബുദ്ധിമുട്ടാണ്, എന്നാലും പരിശ്രമിക്കുക. കുഞ്ഞു കുട്ടികളുടെ കണ്ണല്ലേ, നമ്മുടെ കുട്ടി എന്നും നല്ലപോലെ കണ്ണ് ആരോഗ്യമായിട്ടിരിക്കണം. അതുകൊണ്ട് കുഞ്ഞുങ്ങളുള്ളവര് കുട്ടികളുടെ കണ്ണ് സൂക്ഷിക്കണം, അതുപോലെ ബുദ്ധി സൂക്ഷിക്കണം. മനസ്സിലായോ? ഇന്ന് എല്ലാവർക്കും ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാൻ ഒത്തിരി കാര്യം പറയണമെന്ന് എനിക്ക് തോന്നുന്നതാണ്. നിങ്ങളെ കാണുമ്പോൾ സമയമില്ല. ഇനിയൊരു ദിവസം എന്നെ വിളിക്കണം കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് മാത്രം ഒരു 3 ദിവസം തന്നോളൂ. ഞാൻ നിങ്ങൾക്ക് കുറേ കാര്യം പറയും. നിങ്ങൾ അന്ന് മുതൽ നിങ്ങൾ ഡോക്ടറേറ്റ് ആവും. ഇനിയൊരു കാര്യം പറയാം, വളരെ അത്യാവശ്യം. നമ്മളൊക്കെ ഒരു സ്മൈലിംഗ് ബോൾ വാങ്ങിക്കും അല്ലേ? ലാഫിംഗ് ബോൾ, ഒരു വരയിട്ടിട്ട് ചിരിക്കുന്ന ഒരു പന്ത് കൊടുക്കുന്നത്, മഞ്ഞ പന്ത്. അത് പിടിച്ച് നമ്മൾ ഇങ്ങനെ കയ്യിൽ വെച്ച് അമക്കിക്കോളൂ. എന്ത് മാറും എന്നാ പറയണേ? സ്ട്രെസ് മാറും, ബുദ്ധിമുട്ട് മാറും, ക്ഷീണം മാറും അല്ലേ? ഞാൻ പറയുന്നു, നമ്മുടെ തലയിൽ 2 പന്തുണ്ട്, അതിനെ ഇടയ്ക്ക് ഒന്ന് അമക്കി കൊടുക്കാമോ? ഏതാണ് 2 പന്ത് പറയാമോ? 2 പന്തുണ്ട്, അതിനൊരു ആക്ടിവേഷൻ കൊടുക്കുക. തലച്ചോറൊന്ന് ഒരു പന്ത് കിട്ടി. ശക്തിയുണ്ട്. അതിൻ്റെ ഒരു പേരുണ്ട് മനസ്സ് അല്ലേ? ഈ മനസ്സും ബുദ്ധി 2 കണക്റ്റഡ് ആണ്. ഈ മനസ്സും ബുദ്ധിയും ചേർന്നിട്ടാണ് എല്ലാ കാര്യം ചെയ്യുന്നത്. അതിന് സന്തോഷപ്പെടുക. നിങ്ങൾ ഈ കയ്യിലിട്ട് അമക്കുന്നത് മാറ്റിക്കുക, അതൊരു എക്സസൈസായി ചെയ്തോളൂ. പക്ഷെ അതുകൊണ്ട് നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടും മാറുമെന്ന് പറയില്ല. ഈ 2 ബോളിന് പ്രസ്സിങ് കൊടുക്കുക, സന്തോഷമായ പ്രസ്സിങ് കൊടുക്കുക. ദേഷ്യവും കോപവും അല്ല വേണ്ടേ. ഈ മൈൻഡിനെയും ബുദ്ധിയെ ശരിയായി ഉപയോഗിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ചെയ്യുമോ നിങ്ങള്? ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമില്ലാതെ മരുന്ന് കഴിഞ്ഞിട്ട് ആവശ്യമില്ല. ഈ ഒരു കാര്യം കൂടി പറയാം, എല്ലാം കുറച്ച് പറയാനുള്ളൂ, നേരമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും തലവേദന വരാറില്ലേ? എപ്പോൾ നോക്കിയാലും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഈ മരുന്നാണോ തലവേദന മാറ്റുന്നത്? നിങ്ങളാണോ?
മരുന്നാ മാറ്റുന്നത് ഏറ്റവും വലിയ മനസ്സ്. അമ്മ മനസ്സ് ചെയ്യുന്നുണ്ടോ, മാറ്റുന്നുണ്ടോ? Very good, very good. I got a few people are here, very knowledgeable. 200 people are very good. Okay, I accepting. I am so happy. അപ്പൊ നമ്മൾ പറയണത് ഈ തലവേദന വന്നു എന്ന് പറഞ്ഞിട്ട് കൂടുതൽ മരുന്ന് കഴിക്കല്ലേ. നമുക്ക് അതിന്റെ റിസൾട്ട് എന്തായിട്ട് മാറും? മാറാ രോഗമായിട്ട് മാറും. കഴിവതും തലവേദന എന്ന് പറഞ്ഞാൽ നിറയെ മരുന്നൊന്നും കഴിക്കരുത്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, എന്തൊക്കെയാണ് ഇന്നലെ ചെയ്തത്, എന്തൊക്കെയാണ് ഇന്ന് ആലോചിച്ചത് നോക്കുക. കുറെ നേരം ചിരിക്കുക. ചിരിക്കാൻ പറ്റുമോ? എവിടെ സ്വാമി ചിരിക്കാൻ പറ്റുന്ന? ഒരേ ഒരിടം മാത്രമേ ഉള്ളൂ കരയാൻ. ശവപ്പെട്ടിയുടെ മുമ്പിൽ നിന്ന് കരയും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. ശവപ്പെട്ടി എന്ന് പറയുന്ന സാധനം എന്താണ്? TV, സീരിയൽ കണ്ടേ കരഞ്ഞുകൊണ്ടിരിക്കല്ലേ നമ്മുടെ ജോലി. പിന്നെ എങ്ങനെ തലവേദന മാറും? We have to leave them unnecessary. അവര് പൈസ ഉണ്ടാക്കാനോ അവര് ജീവിക്കാൻ വേണ്ടി നമ്മൾ കരയണേ, ശരിയല്ലേ? എൻ്റെ അടുത്ത് ട്രെയിനിൽ ഫ്ലൈനിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, വിമാനത്തിൽ ആരും ഈ മൊബൈൽ ഉപയോഗിക്കാത്തതുകൊണ്ട് അടുത്തിരുന്ന 2 അമ്മമാർ സംസാരിച്ചോണ്ടിരിക്കുക. നിനക്കറിയുമോ അവൻ എന്താ ചെയ്തേന്ന്? ഞാൻ പെട്ടെന്ന് എൻ്റെ ചെവി അങ്ങോട്ട് പോയി. ഞാൻ വിചാരിച്ചു എന്തോ സീരിയസ് ആയിട്ട് കാര്യം പറയാൻ നോക്കിയപ്പോൾ കുറെ കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞു മൂക്കൊക്കെ പിടിക്കുന്നു, കണ്ണൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ സീരിയലാണ്. എന്റെ ദൈവം, ഈ ആകാശത്ത് പോകുമ്പോഴും സീരിയസ് പറഞ്ഞ് കരഞ്ഞ് വിഷമിച്ച് അവരുടെ കാര്യങ്ങൾ ആലോചിക്കുന്നവര് സ്വന്തം കുടുംബത്തിനെ കുറിച്ചോ സ്വന്തത്തിനെ തന്നെ കുറിച്ചോ ആലോചിച്ചില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറയണു, സീരിയലിനെ കുറിച്ച് ആലോചിക്കാതെ തന്റെ ജീവിതം ആലോചിക്കൂ. പിന്നെ ടിവിയെ ഉമ്മയാക്കരുത്, അതിനോട് സാമീപ്യം ചെയ്യരുത്. സീരിയൽ വന്നിട്ട് പറഞ്ഞ് എഴുതി വെച്ച കഥ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നതാണ്. അത് റിയൽ ജീവിതമല്ല. ജീവിതത്തിൽ റിയൽ നമ്മുടെ ഈ നടക്കുന്ന നിത്യജീവിതത്തിനെ കൊണ്ടുപോയി സീരിയലിലും സിനിമയിലും കൊണ്ടുപോയി കാണിക്കരുത്. 2.5 മണിക്കൂർ കൊണ്ട് അവര് പരിപാടി തീർക്കും. നമുക്ക് 25, 30, 40 വർഷം കൊണ്ട് തീർക്കാനുള്ളതിന്. അതൊന്ന് ആലോചിച്ചോളൂ. ഫാസ്റ്റ് ഫുഡ് എന്താണ്? ആക്സിഡന്റ് ഫുഡ്. ചാകാൻ പെട്ടെന്ന് സമയം ഒരുക്കുക. ഫാസ്റ്റ് ഫുഡിന്റെ പേരെന്താണ്? മരിക്കുവാൻ പെട്ടെന്ന് സമയം ഒരുക്കുക. പൊറോട്ട കഴിച്ചാൽ ക്യാൻസർ പെട്ടെന്ന് ചത്തുപോകും, ഇല്ലെങ്കിൽ വലിച്ചുകൊണ്ട് കിടക്കും. അതുകൊണ്ട് ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നവരൊക്കെ ആലോചിച്ചോളുക, പെട്ടെന്ന് ഭഗവാൻ എടുത്തു പോകാൻ അവസരം കിട്ടും. വേണ്ട, നല്ല ആഹാരം കഴിക്കൂ, നല്ലപോലെ ഉറങ്ങൂ. രാത്രി ഉറങ്ങണം. രാത്രി ഇരുന്നെല്ലാം ഞാൻ ജോലി ചെയ്യുന്നു പഠിക്കുന്നു എന്ന് പറഞ്ഞ് ഉറങ്ങാതിരുന്നു കഴിഞ്ഞാൽ അസുഖം വരും, ബുദ്ധിമുട്ട് വരും, ഈശ്വരൻ അനുഗ്രഹിക്കത്തില്ല. അപ്പൊ ഈശ്വരൻ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരിക. പെട്ടെന്ന് കഴിക്കുക, രാത്രി വേഗം ഉറങ്ങുക, രാവിലെ പെട്ടെന്ന് എഴുന്നേൽക്കുക എന്ന് അമ്പലത്തിൽ വരുന്നത്. ഇന്ന് രാവിലെ 5 മണിക്ക് നിർമ്മാല്യം തൊഴുന്നവർ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? കൈപൊക്കിക്കെ. 5 മണിക്ക് നിർമ്മാല്യം തൊഴാൻ പോകുന്നവര് നല്ല എന്റെ ചെറുപ്പത്തില് ഞങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ പറയും, നാളെ അമ്പലത്തിൽ പോയി നിർമ്മാല്യം തൊഴണം. അമ്പലം അടുത്തൊന്നുമല്ല, 10 കിലോമീറ്റർ പോകണം. അപ്പൊ ഞങ്ങൾ എത്ര മണിക്ക് എത്തിക്കണം? രാവിലെ 3 മണിക്കൊക്കെ എത്തിപ്പിച്ച് സൈക്കിളിൽ തന്നോടിൽ നടന്നു പോകാൻ പറയും. അത് പോയി തൊഴുതിട്ട് വന്നാല് രാവിലെ ഭക്ഷണം കിട്ടുള്ളൂ. ഇവിടെ വൈകുന്നേരം നാമം ജപിക്കുന്നവർ എത്ര പേരുണ്ട്? കയ്യിലെണ്ണാവുന്ന ആൾക്കാരേ ഉള്ളൂ. പണ്ട് നാമജപം കേട്ടാൽ മാത്രമേ വൈകുന്നേരം വീടുകളുണ്ടെന്ന് അറിയുള്ളൂ. ഇന്ന് വീടുകൾ അടുത്തുണ്ട്. അന്ന് വീടുകൾ ഇച്ചിരി അകന്നകന്നാണ് കേരളത്തിൽ, അല്ലേ? അന്ന് ഹരേ രാമ ഹരേ കൃഷ്ണ ചൊല്ലിയില്ലെങ്കിൽ അത്താഴമില്ലായിരുന്നു. അപ്പൊ നമ്മുടെ സംസ്കാരത്തെ വിട്ട് എത്രയോ പിന്നിലോട്ട് പോകുന്നു. മാറ്റിക്കൊണ്ടുവരിക. വൈകുന്നേരം ഈ ശവപ്പെട്ടി, TV, മൊബൈൽ എല്ലാം ഓഫ് ചെയ്ത് വെച്ച് വിളക്ക്. എത്ര പേര് വീട്ടിൽ വിളക്ക് എത്തിക്കുന്നുണ്ട്? അതുവരെയിട്ട് ഇപ്പൊ 1-2 കൈയൊക്കെ പൊങ്ങുന്നുണ്ട്. ഏതോ ഈശ്വരൻ ആ വിളക്ക് കത്തിക്കുന്നെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വന്നല്ലോ. അതുകൊണ്ട് എല്ലാവരും വിളക്ക് എത്തിക്കുക. 3/4 മണിക്കൂറോ ഇല്ല 1/2 മണിക്കൂറോ 15 മിനിറ്റോ അമ്മേ നാരായണനോ ദേവിന്നോ ഈശ്വരൻ, നമ്മുടെ ഈശ്വരന്മാർ 330 കോടികളുണ്ട്. ഏത് നാമം ചൊല്ലിയാലും ഈശ്വരന്റെയാണ്. അത് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. നന്നായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും നന്നായിരിക്കട്ടെ. ഈ ക്ഷേത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഭാരവാഹികളും ആരോഗ്യമായിട്ടിരുന്ന് ഈ ക്ഷേത്രത്തിന്റെ ഉന്നമനത്തിലേക്ക് അവർക്ക് എല്ലാവിധ സൗഭാഗ്യാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ഇവിടെ വരുന്ന എല്ലാ ഭക്തർക്കും അവരുടെ ഇഷ്ട കാമ പൂർത്തീകരണങ്ങൾ എല്ലാം നന്നായിട്ട് നടക്കട്ടെ എന്ന് ഞാൻ ആശീർവദിക്കുന്നു. പിന്നെ ഒരു കാര്യം എന്താണ്? നിങ്ങളുടെ കുടുംബങ്ങളെല്ലാം ആൽവൃക്ഷം പോലെ പടർന്ന് അനേക വർഷങ്ങൾ നല്ല രീതിയിൽ സന്തോഷമായിട്ട് ജീവിക്കുമാറാകട്ടെ. നമ്മുടെ നാട്ടിലൊരു ക്ഷേത്രമുണ്ട്. നമ്മുടെ ഒരു ക്ഷേത്രമുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിലെ ദേവിക്ക് ശക്തി വരണമെങ്കിൽ അവിടെ ആര് വരണം? പറഞ്ഞേ, ആര് വരണം?
നമ്മളെല്ലാവരും വരണം. അയ്യോ അതുപോലെ അറിയില്ലേ, ക്ഷേത്രം വലിയ ക്ഷേത്രമാണെന്ന് എങ്ങനെ പേര് വരുന്നേ? അവിടെ ആൾക്കാർ വരുമ്പോഴല്ലേ. ഇപ്പൊ നിങ്ങൾ എല്ലാരും കേട്ടിട്ടുണ്ട് അയോധ്യ എത്രയോ ജനങ്ങൾ പോകുന്നു. ഇന്നലെ ഞാൻ അവിടെ പോയിട്ടാണ് വരുന്നത്, നിങ്ങളുടെ മുമ്പിൽ വന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ആശീർവാദം. ഞാൻ കഴിഞ്ഞ 3 ദിവസം കാശി, പ്രയാഗരാജ് കുംഭമേള നടന്നില്ല, അവിടെ അയോധ്യക്ക് പോയിട്ട് നേരെ നിങ്ങളുടെ നാട്ടിലോട്ടാണ് വരുന്നത്. നിങ്ങളെയൊക്കെ കാണാനുണ്ട്. അപ്പൊ നിങ്ങൾക്കൊക്കെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. എനിക്ക് കുംഭമേളയ്ക്ക് ക്ഷണം ഉണ്ടായിരുന്നു. അവിടെ ഞാൻ പോയപ്പോ ആ ഒരു ദിവസം 10 കോടി ജനങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പൊ അവരൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ തോന്നി നമ്മളൊക്കെ മടിയന്മാരാണ്. നമ്മൾ ചെന്ന് ഒരു അമ്പലത്തിൽ ക്യൂ നിന്ന് കഴിഞ്ഞാൽ ഒരു 10 നിമിഷം കഴിഞ്ഞാൽ നമ്മൾ അടുത്തുള്ളവർ കുറ്റം പറയാം അല്ലേ? അവരത് പറയുന്നില്ല. ഒന്ന് ജയ ശ്രീരാം എന്ന് പറയില്ലെങ്കിൽ ഓം നമ ശിവായ എന്ന് പറയില്ല, ഹരഹര മഹാദേവ് ശംഭോ. അടുത്ത ആളുടെ കാര്യം പറയില്ല. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഈശ്വരൻ അവിടെ ഉണ്ട്. പക്ഷെ നമ്മളിപ്പം ഇവിടെ നിങ്ങളൊക്കെ അങ്ങനെയാണെന്ന് പറയുക, മാറ്റം കൊണ്ടുവരിക. അപ്പം ഈ അയോധ്യയിൽ എത്രയോ ജനങ്ങൾ വരുന്നു, അതുകൊണ്ട് അതിൻ്റെ പേര് വന്നേ. അവിടെ ആരും പോയില്ലെങ്കിലോ അതറിയത്തില്ല. കാശി വിശ്വനാഥൻ എല്ലാവർക്കും അറിയാം. അവിടെ എന്തുകൊണ്ട് അത്രയും ജനങ്ങളാണ് രാത്രി 12 മണി 1 മണിക്കൊക്കെ വന്ന് ക്യൂ നിന്നിട്ടാണ് അമ്പലത്തിൽ വരുന്നത് ഈശ്വരനെ കാണാൻ. അതുപോലെ ഇപ്പൊ ഇത്രയും നിറഞ്ഞു നിൽക്കുന്ന ഈ സദസ്സ് ഈ അമ്പലത്തിലേക്ക് വന്നതുകൊണ്ടാണ്. ഇത്രയും പൂമാലയിട്ട്, ഇത്രയും നല്ല അലങ്കാരം അമ്മയ്ക്ക് ചെയ്ത്, നിറയെ കാര്യങ്ങൾ ചെയ്ത്, ഇത്രയും ലൈറ്റൊക്കെ ഇട്ട് ഈ ക്ഷേത്രങ്ങൾ അലങ്കരിച്ചിരിക്കുന്നത് നിങ്ങളെല്ലാവരും വരുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരുമാണ് ഈ ക്ഷേത്രത്തിന്റെ ഉന്നതിക്കുള്ള തൂണുകൾ. ശരിയോ തെറ്റോ? ആണോ? അപ്പൊ നിങ്ങളെല്ലാവരും ക്ഷേത്രത്തിൽ നിറയെ വരിക. നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരെയും ക്ഷേത്രത്തിൽ കൂട്ടിക്കൊണ്ടുവരിക. അറിയാവുന്നവർ ഈ ക്ഷേത്രത്തിനെ കുറിച്ച് പറയുക. ഈ ക്ഷേത്രത്തിന് എല്ലാ വളർച്ചയ്ക്കും നിങ്ങളുടെയും ഒരു തുള്ളി ഉണ്ടാകട്ടെ. മനസ്സിലായോ? ഒരു ചെറുതുള്ളി പെരുവെള്ളം. അതുകൊണ്ട് ഈ ക്ഷേത്രം വളരെ ഉന്നത നിലയിലേക്ക് വരും. ഇതുകൊണ്ട് കോടാനുകോടി ജനങ്ങൾക്ക് നല്ല ഐശ്വര്യവും അനുഗ്രഹവും കിട്ടും. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഞാൻ പഠിച്ചു വളർന്നത് കേരളത്തിലാണ്. ഇന്ന് ഇന്ത്യ മുഴുവനും സഞ്ചരിച്ചു കഴിഞ്ഞു. ഇപ്പം ഭാരതം വിട്ടും പുറത്തും എല്ലാവരും വിളിക്കുന്നുണ്ട്. ഞാൻ എല്ലാവരും നിന്നും കുറച്ച് വ്യത്യാസമായ ഒരു സ്വാമിയാണ്. ഭക്തി പറയും, അതിൽ കൂടെ സയൻസ് പറയും, കൂടുതൽ സൈക്കോളജിയാണ് പഠിപ്പിക്കുന്നത്. ഞാൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി കേട്ടിട്ടുണ്ടോ? അവിടെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അത് എവിടെയാണ്? ലണ്ടൻ. എവിടെയാണ് അറിയില്ല. ലണ്ടനിലാണ് അതിൻ്റെ മെയിൻ കോളേജ്. അവിടെ പോയി 140 ഡോക്ടർമാരുടെ മുമ്പിൽ 10ാം ക്ലാസ്സുകാരനാണ് ഞാൻ. എൻ്റെ മുറി ഇംഗ്ലീഷിൽ ഇന്ന് കുറച്ച് പറയുന്നുണ്ട്. അന്ന് മുറി ഇംഗ്ലീഷിൽ ഞാൻ സംസാരിച്ച് അവിടുന്ന് അവാർഡ് വാങ്ങിച്ചിട്ട് പോകും. 10ാം ക്ലാസ്സുകാരനായി ഞാൻ നമ്മുടെ ഭാരതദേശത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ നാട്ടിലെ അമ്മമാരെ കുറിച്ച് പറഞ്ഞു. ഇന്ത്യൻ വുമൻഹുഡ് ആൻഡ് ഹെൽത്ത് ആ ടോപ്പിക്കായിരുന്നു, അതിനെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇന്നർ പാർട്ട്ണർ വയലൻസ്, ഈ ഭാര്യ ഭർത്താക്കന്മാർ ചണ്ട കൂടിക്കൊണ്ടിരിക്കുന്നു, ഡൈവേഴ്സ് ആകുന്നു, അതിനെക്കുറിച്ചൊന്ന് പറയാൻ പറഞ്ഞു. ഈ 3 ടോപ്പിക്ക് ഞാൻ സംസാരിച്ച് അവിടുത്തെ എല്ലാ ഡോക്ടർമാരും എന്നോട് ചോദിച്ചു, ഓ സ്വാമിജി, ആർ യു റീഡ് ലോട്ട് ഓഫ് ബുക്സ്, യു വെന്റ് ലോട്ട് ഓഫ് ഡിഗ്രി? No, I went only 10th class. Then I stopped my education. Then self, ഞാനായിട്ട് പഠിച്ചു, ഈശ്വരൻ അനുഗ്രഹിച്ചു, നിങ്ങളുടെ മുമ്പിൽ സംസാരിച്ചു. അവർ പറഞ്ഞ ഒരിക്കലുമല്ല, അന്ന് കള്ളം പറയുകയാണ്. അപ്പൊ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം ഒന്നുമല്ല, നമ്മൾ വളർന്നു വരാൻ നമ്മുടെ മനസ്സ് മതി. അങ്ങനെയാണ് ഇന്ന് പല യൂണിവേഴ്സിറ്റികളിൽ പോകുന്നു. എന്നെ ക്ഷണിച്ചിരിക്കുകയാണ് ചിക്കാഗോ യൂണിവേഴ്സിറ്റി, ഗ്രാൻഡ യൂണിവേഴ്സിറ്റി ഫ്രം സ്പെയിൻ, ഗ്രീക്ക് യൂണിവേഴ്സിറ്റിക്ക്, പിന്നെ പോളണ്ട് യൂണിവേഴ്സിറ്റി, ഇവരൊക്കെ ക്ഷണിക്കുന്നുണ്ട്. പോകാൻ ആദിപരാശക്തി എന്ന് അനുഗ്രഹിക്കുന്നു. അവിടെയൊക്കെ പോകും. നമ്മുടെ നാടിനെ കുറിച്ച് പറയും, നമ്മളെക്കുറിച്ച് സംസാരിക്കും, എല്ലാവരും നന്നായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവരാരും സാധാരണപ്പെട്ടവരല്ല, എല്ലാവരും വളരെ ഉന്നത നിലയിലുള്ളവരാണ്. നിങ്ങളുടെ അടുത്ത് ഇനിയും എനിക്ക് വന്ന് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. കാരണം എനിക്ക് ഈ തിരക്ക് കാണുമ്പോൾ നിങ്ങൾ ഈ ശ്രദ്ധയോട് കേൾക്കുമ്പോൾ ഒത്തിരി കാര്യം പറയാൻ തോന്നും. പക്ഷെ സമയം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. സദ്യക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ മാത്രം കഴിക്കാൻ പറഞ്ഞ സദ്യാവത്തിൻ്റെല്ലോ. അപ്പൊ എല്ലാവരും ചേർന്ന് കഴിക്കുമ്പോഴല്ലേ അന്നദാനമുള്ളൂ. അതുപോലെ ഇവിടെ വന്നിരിക്കുന്നവർ നിങ്ങൾക്ക് കുറെ കാര്യം പറയും. എനിക്ക് നിങ്ങളെയൊക്കെ വലിയ ഇഷ്ടമായി. ഈ ക്ഷേത്ര ഭാരവാഹികൾ എന്നെ വിളിച്ചു, പറയാൻ നാൾ 3 മാസം അല്ലേ, 3 മാസം മുമ്പ് എന്നെ വിളിച്ചിട്ട് ഡേറ്റ് പറഞ്ഞു. നല്ല കാര്യം ഞാനും മറന്നുപോയി.
അപ്പോഴാണ് ഞാൻ ടിക്കറ്റ് ഇട്ടിട്ട് അയോധ്യക്ക് പോയി. ആ സമയത്ത് എന്നെ വിളിച്ചോളൂ, സ്വാമിജി ഓർമ്മയില്ലേ 23-ാം തീയതി? ശരിയാണല്ലോ, ഞാൻ 22-ാം തീയതി അയോധ്യ, ഞാൻ നാട്ടിൽ വരാൻ 23 വൈകും, കുഴപ്പമില്ല, നമ്മൾ വാക്ക് കൊടുത്തു കഴിഞ്ഞു. ഫ്ലൈറ്റ് ടിക്കറ്റ് ഇട്ടു. ബാംഗ്ലൂരിൽ നിന്ന് നേരെ കൊച്ചിൻ വന്നു. കൊച്ചിയിൽ ഇന്നലെ കുറെ കാലാവസ്ഥയിലെ പ്രോബ്ലം കൊണ്ട് കുറെ ഫ്ലൈറ്റ് ഒക്കെ ഡിലേ ആയി. 3 ട്രെയിനിൽ ഞാൻ ടിക്കറ്റ് ഇട്ടിട്ട് 3 എൻ്റെ കയ്യിൽ നിന്ന് പോയി. എന്നുവെച്ചാൽ ട്രെയിനിൽ പോയി, വിമാനം വരെ ലേറ്റായി. എന്നാലും ഇവിടെ ഈ അമ്മ എന്നെ കൂട്ടിക്കൊണ്ടുവന്നു. ഒരു ട്രെയിനിൽ ആരും ഇല്ലാതെ ഫ്രീ ആയിട്ട് ഞാൻ തന്നെ കിടന്നു വന്നു, ഒരു കമ്പാർട്ട്മെന്റ് ആരും ഇല്ല. അപ്പോൾ ഭഗവാൻ കണ്ടില്ലേ നമ്മളെ കൂട്ടിക്കൊണ്ടുവരാൻ വഴി തെളിയിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഈശ്വരൻ എല്ലാം അനുഗ്രഹം ചെയ്യും. ഇന്ന് ആ യാത്രയ്ക്ക് കഴിഞ്ഞ് എല്ലാവരും കൊണ്ട് സ്വാമി ഞങ്ങളെയൊക്കെ പാതി വഴിയിൽ വിടുക. അല്ല, ഇവിടെ ഒരു അമ്മയുണ്ട്, ആ അമ്മ നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ വിടുമെന്ന് പറഞ്ഞ് നിങ്ങളെ കാണാൻ വന്നതിൽ ഐ എം സോ ഹാപ്പി. കാരണം ഈശ്വരനോട് നന്ദി പറയുന്നു. നിങ്ങളൊക്കെ നന്ദി പറയാറുണ്ടോ? അതും ചോദിച്ചോട്ടെ. എപ്പോഴാ? ആരെങ്കിലും എന്ത് തന്നാൽ മാത്രമല്ലേ? അങ്ങനെയല്ല, നന്ദി എപ്പോഴും പറയുക. നിങ്ങൾ രാവിലെ എത്തിച്ചിട്ട് നന്ദി പറയുന്നവരുണ്ടോ ഈശ്വരനോട്? ആരെങ്കിലും? ഒരമ്മയുണ്ട്, എന്ന് രാവിലെ എത്തിച്ചിട്ട് ഈശ്വരനോട് പറയാ. ഇത് ഞാൻ പറയുന്ന പോലെ നിങ്ങൾ പറയാം. കണ്ണടച്ചോളൂ. രാവിലെ എത്തിച്ച ഉടനെ കണ്ണു തുറന്ന് കണ്ണാടി നോക്കുക. നിങ്ങൾ മനസ്സിൽ കാണോ? കണ്ണടച്ചോളൂ. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ ഉടനെ കണ്ണാടി മുമ്പിൽ പോയിരിക്കുക, അല്ലെങ്കിൽ അലമാര മുമ്പിൽ പോയി കണ്ണു തുറക്കുക. ഈശ്വര, ഇന്ന് എന്നെ ഈ ഭൂമിയിലേക്ക് ഉണർത്തിയല്ലോ, അതിന് അങ്ങേക്ക് നന്ദി. എൻ്റെ അച്ഛനമ്മമാർക്ക് നന്ദി, അവരില്ലെങ്കിൽ ഞാനിവിടെ ഇല്ലല്ലോ. അല്ലെ, എൻ്റെ ഭാര്യയ്ക്കോ ഭർത്താവിനോ നന്ദി, അവരില്ലാതെ ഞാൻ ഈ കുടുംബത്തിലില്ലല്ലോ. എൻ്റെ കുട്ടികൾക്ക് നന്ദി, അവരുള്ളത് കൊണ്ടല്ലേ ഞാൻ അമ്മയായില്ലേ അച്ഛനായി. അതുപോലെ ഈ സമൂഹം ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ അവരുടെ കൂടത്തിൽ എനിക്ക് ജീവിക്കാൻ പറ്റുന്ന ഈശ്വര, എല്ലാത്തിനും നന്ദി. ഇന്നലെ ഞാൻ നല്ലപോലെ കഴിച്ചിരുന്നു, ഇന്ന് എനിക്ക് അങ്ങ് ആഹാരം തരാൻ പോകുന്നു, അതിനും നന്ദി. ആഹാരം തന്ന ശേഷം അതിനും നന്ദി. ഒരു വസ്ത്രം കിട്ടി അതിനും നന്ദി. ആര് സ്നേഹമായിട്ട് നമ്മളോട് സംസാരിച്ചോ അതിനും നന്ദി. അതാണ് നമ്മളൊക്കെ വിചാരിക്കും, ഇംഗ്ലീഷുകാർ എപ്പോൾ നോക്കിയാലും താങ്ക് യു വണ്ടർഫുൾ ഗുഡ് എന്നൊക്കെ പറയുന്നു. പക്ഷെ നമ്മളും ആ നന്ദി എപ്പോഴും പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിലെ ഈശ്വരൻ, എല്ലാവർക്കുമായിട്ട് ഒരു കുടയായിട്ടിരിക്കുന്ന ഈശ്വരൻ ആ അനുഗ്രഹം ചെറിഞ്ഞുകൊണ്ടിരിക്കട്ടെ. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓം പൂർണ്ണമദം പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ.